നിങ്ങൾക്കെല്ലാവർക്കും lifestyledisorders.com-ലേക്ക് സ്വാഗതം. ഇന്ന് നാം lifestyledisorders.com-ൽ നിന്നും ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഹെയർ ലോസ് ആൻഡ് ഡാൻഡ്രഫ് എന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. ഇത് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയി സ്ത്രീ പുരുഷ ഭേദമന്യേ കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഹെയർ ലോസ് ഓഫ് ഡാൻഡ്രഫ് അഥവാ താരനും മുടികൊഴിച്ചിലും. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് ധാരാളം പ്രൊഡക്ട്സ് ഷാംപൂ ആയിട്ടും ഹെയർ ഓയിൽസ് ആയിട്ടും അവൈലബിൾ ആണെന്നും നമുക്കറിയാം. എന്നിട്ടും ഈ പ്രശ്നത്തിന് ഒരു താൽക്കാലികമായ പരിഹാരമല്ലാതെ ഒരു നല്ല സൊല്യൂഷൻ ലഭിക്കുന്നില്ല എന്നതാണ് പലരുടെയും പരാതി. ആദ്യമായി തന്നെ എന്താണ് ഹെയർ ലോസ് ആൻഡ് ഡാൻഡ്രഫ് എന്നും എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഹെയർ ലോസ് അഥവാ മുടികൊഴിച്ചിലിന് മൂലകാരണം താരൻ ആവണമെന്നില്ല, മറിച്ച് താരനുണ്ടാകാനുള്ള അടിസ്ഥാന കാരണം മുടികൊഴിച്ചിലിന് കാരണമായേക്കാവുന്നു എന്നുള്ളതുമാണ്. അതായത് വളരെ സിവിയർ ആയിട്ടുള്ള താരൻ നമ്മുടെ സ്കാൽപ്പിലും ഹെയർ ഫോളിക്സിലും ഡാമേജ് ഉണ്ടാക്കുകയും അത് മുടികൊഴിച്ചിലിന് കാരണമാവുകയും ചെയ്യുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഡാൻഡ്രഫ് മുടികൊഴിച്ചിലിന് കാരണമായേക്കാവുന്ന അടിസ്ഥാന പ്രശ്നത്തിന്റെ ഒരു സിംറ്റം മാത്രമാണ്. താരനും മുടികൊഴിച്ചിലും നിയന്ത്രിക്കുന്നതിന് നാം പലപ്പോഴും പല വിധത്തിലുള്ള പ്രൊഡക്ട്സ് ഷാംപൂ രൂപത്തിലും ഹെയർ ഓയിൽ രൂപത്തിലും മാറി മാറി ഉപയോഗിക്കുകയും അതിൻ്റെ ഫലമായി നമ്മുടെ സ്കാൽപ്പ് ഇറിറ്റേഷൻ, നാം ചൊറിച്ചിലും അത് തന്നെ മുടികൊഴിച്ചിലിനും കാരണമായേക്കുന്ന കാര്യം ഓർക്കാതെ പോകരുത്. മുടികൊഴിച്ചിലിന് മറ്റൊരു പ്രധാന കാരണം ഇന്നത്തെ ജീവിതശൈലിയിൽ നാം അനുഭവിച്ചു വരുന്ന സ്ട്രെസ്സാണ്. ഇതുമൂലം നമ്മുടെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം നമുക്കെതിരാവുകയും തുടക്കത്തിൽ മുടികൊഴിച്ചിൽ പോലുള്ള സിംറ്റംസും മറ്റും ഉണ്ടാകുകയും ചെയ്യുന്നുവെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മുടികൊഴിച്ചിലും താരനും നിയന്ത്രിക്കുന്നതിന് പലരും പലപ്പോഴും മാറി മാറി ഉപയോഗിക്കുന്ന സിന്തറ്റിക് പേഴ്സണൽ കെയർ പ്രൊഡക്ട്സ് പലപ്പോഴും ഡെർമറ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ സ്കാൽപ്പിൽ ചുവന്ന തടിപ്പുകളും ഇച്ചിങ്ങും മറ്റും ഉണ്ടാക്കുകയും അത് പിന്നീട് മുടികൊഴിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ്. ഞങ്ങളുടെ ഇത്രയും കാലത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണെങ്കിൽ താരനും മുടികൊഴിച്ചിലും നിയന്ത്രിക്കുന്നതിന് അത്യാവശ്യം വേണ്ടത് നമ്മുടെ സ്കാൽപ്പിന് മോയ്സ്ചറൈസർ ചെയ്യുക എന്നതാണ്. അതിന് ഞങ്ങളുടെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ സിന്തറ്റിക് സ്കിൻ കെയർ പ്രൊഡക്ട്സിനേക്കാൾ നല്ലത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ചേർന്നിട്ടുള്ള നാച്ചുറൽ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നതാണ്. കാരണം വെളിച്ചെണ്ണ ഇന്ന് നിലവിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള നല്ല മോയ്സ്ചറൈസിങ് ഏജൻറ്റും നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയുമുള്ള ഓയിലുമാണെന്നുള്ള കാര്യം നാം മറക്കരുത്. താരനും മുടികൊഴിച്ചിലും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾക്കും വളരെ ഫലപ്രദവും നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയുന്നതിനുമായി നിങ്ങൾക്ക് ഞങ്ങളുടെ ഡോക്ടേഴ്സുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് ഞങ്ങളുടെ lifestyledisorders.com-ന്റെ ആരോഗ്യ വിദഗ്ധരുമായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. ഫോർ ഓൺലൈൻ കൺസൾട്ടേഷൻ www.lifestyledisorders.com. കൂടാതെ ഞങ്ങളുടെ ടെലിഫോൺ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും lifestyledisorders.com-ലെ ആരോഗ്യ വിദഗ്ധരുമായി ബന്ധപ്പെടണം.